ഷബീദ് റാവുത്ത് തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, ശരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉയർത്തിയ പ്രശ്നത്തെക്കുറിച്ച്? ഇക്കാര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് അത് ഇന്നലെ വന്ന് കിട്ടിയ നിയമോപദേശത്തിന്റെ അടക്കം അടിസ്ഥാനത്തിലാണ്. കടുത്ത നിലപാടിലായിരുന്നു VD സതീശൻ ഉണ്ടായിരുന്നത്. അതായത് MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു VD സതീശൻ ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് ഭയമുണ്ടായിരുന്നു, അവർക്ക് ആശങ്കയുണ്ടായിരുന്ന ഒരു വിഷയം ഏതെങ്കിലും തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമായി മാറും, അത് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നിയമോപദേശം തേടിയത്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മറുപടികൾ കോൺഗ്രസിന് ലഭിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ നിയമ നടപടികളോ ഇല്ല. മാത്രവുമല്ല, രണ്ടാമത്തേത്, ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ സ്വാഭാവികമായും അത് പാർട്ടിക്കുണ്ടാകുന്ന തലവേദന, പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലുത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയം അതിനിയും ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തു. ആ കൂടിയാലോചനയ്ക്ക് ഒടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുള്ള തീരുമാനം എടുത്തത്. 6 മാസത്തേക്കാണ് ആ സസ്പെൻഷൻ ഉള്ളത്. ഒരു തരത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ വിവാദം അതങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങൾ അത് പൊങ്ങി വരാനുള്ള സാധ്യതയും കോൺഗ്രസിലെ ചില നേതാക്കൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, അവരുടെ മനസ്സിലുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തുടർ നടപടികൾ കൈക്കൊള്ളാമെന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ. രാഹുലിനെ പൂർണ്ണമായും മാറ്റി നിർത്തണം എന്ന ഒരേ സ്വരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അഭിപ്രായ പ്രകടനം നടത്തി. മാത്രമല്ല, അവർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ചില നേതാക്കൾ മാത്രം, ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണം. പ്രത്യേകിച്ച് ഇന്നലെ ഈ അവന്തിക വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ പുറത്തുവിട്ട ചില ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളത് ഉയർത്തിയായിരുന്നു രാഹുലിന്റെ ആ പ്രതിരോധം. ആ ഒരു വിഷയത്തിൽ രാഹുലിന്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ള ചില നേതാക്കളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടുകൂടിയാണ് രാഹുലിനെ കേൾക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതേസമയം ഈ നിയമസഭയിൽ നിന്ന് UDF ബ്ലോക്കിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കാനുള്ള തീരുമാനവും ഇപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുകയുമില്ല. അദ്ദേഹത്തോട് അവധി ആവശ്യപ്പെടാനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിനെ ബാധിച്ച ഒരു വലിയ ആശീർവാദം പോലെ ഒരു സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം. ആ വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പാർട്ടി ലക്ഷ്യമിടുന്ന കാര്യം. SKN പ്രശ്നം അതിശക്തമായി ഉയർത്തിയ രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ ആളുകൾ നിലപാടുകൾ മാറ്റാൻ തയ്യാറാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇതിന് ഐക്യകണ്ഠേന ഒരു തീരുമാനം ഈ കാര്യത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.